ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു പ്രമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം. പ്രമോൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളോട് കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിനകത്താണ് ബിഗ് ബോസ് എന്ത് കൊടുത്തത്? PR വർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്നതാര്, PR വർക്ക് ചെയ്യാതെ നിൽക്കുന്നതാര്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു പേര് PR വർക്ക് ചെയ്ത് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് അനുമോളെ കുറിച്ചിട്ടാണ്. ബിന്നി 16 ലക്ഷത്തിൻ്റെ PR കൊടുത്തിട്ടാണ് അനു ഇവിടെ നിൽക്കുന്നത് വരെ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞതിന് ശേഷം സാറ്റർഡേ എപ്പിസോഡിൻ്റെ പ്രമോ വന്നതിൽ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് PR എന്നാണ്. ആ സമയത്ത് ഫ്രെയിം കാണിക്കുന്നത് ബിന്നീനെയും അതുപോലെ തന്നെ അനുമോളെയാണ്. അതിനുശേഷം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ കയ്യിലുണ്ട്, അത് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഒന്ന് പരിങ്ങുന്നുണ്ട്, ഞെട്ടുന്നുണ്ടൊക്കെ അല്ലേ. അനീഷ് ഉൾപ്പെടെയുള്ളവർ ഞെട്ടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കാര്യം ഇന്ന് ലാലേട്ടൻ സംസാരിക്കും. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായിരിക്കും സംസാരിക്കണമെന്ന് അറിയാനേക്കുറിച്ച്. നമുക്ക് എന്തായാലേ PR കുറിച്ചൊന്ന് സംസാരിച്ചാലോ. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്, എല്ലാവരും എന്നെപ്പോലെ കാണുന്ന ഒരാൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ PR ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറാണ് ഈ ഷോ ലൈവിലുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ 1.5 മണിക്കൂറാണ് നമുക്ക്, അതായത് എപ്പിസോഡിൽ 1 മണിക്കൂർ, അരമണിക്കൂർ BB+ ആയിട്ട് മൊത്തം 1.5 മണിക്കൂറായിട്ടാണ് നമുക്കിതിനെ കട്ട് ചെയ്ത് കിട്ടുന്നത് അല്ലേ. അതിൻ്റെ എസെൻസ് മാത്രമേ ഇവർ കാണിക്കൂ. അപ്പോൾ PR കൊടുക്കുന്ന ഒരു വ്യക്തി, അത് ആരായിക്കോട്ടെ, XY ആരും ആയിക്കോട്ടെ, അവരാഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ 1.5 മണിക്കൂറിനുള്ളിൽ ഇത്ര സ്പേസ് കിട്ടൂ, എൻ്റെ ഇത്രയും കാര്യങ്ങളെ പുറത്ത് വരൂ എന്ന് പറയുന്ന ഒരു ബോധ്യം ആർക്കുണ്ട്? ഈ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഉണ്ട്. സോ ഇവരെന്താ ചെയ്യുക? ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും, ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിലും, എനിക്കെതിരെ വരുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഇത് ജനങ്ങളിലോട്ട് എത്തണം അല്ലേ. ഇത് ജനങ്ങളിലോട്ട് എത്തണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം യൂട്യൂബ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇത് ആൾക്കാർ കാണണം. ഇത് കട്ട് ചെയ്ത് വീഡിയോ ആയിട്ടും ഒരു ടോപ്പിക്കൊക്കെ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം വരുന്നതും ഈ PR വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരെ ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ ഇഷ്ടമുള്ളവരാണ്. പക്ഷേ നമ്മളിവരുടെ 24 മണിക്കൂർ വീഡിയോനകത്ത് ഇഷ്ടമുള്ള ഭാഗം കട്ട് ചെയ്ത് ഇതാണ് ഇന്നയാൾക്കെതിരെയുള്ള ആരോപണത്തിനുള്ള ഉത്തരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമോ? നമ്മൾ ചിലപ്പോൾ അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യും എന്നല്ലാണ്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഭൂരിഭാഗം ആൾക്കാർ ചെയ്യാറില്ല. ചെയ്യുന്നത് വളരെ കുറച്ച് പേരാണ്. സോ ഇതിൽ പോണ ഓരോ വ്യക്തികൾക്കും അറിയാം തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു കോപ്പി കയ്യിലുണ്ടാവണം. ഇത് ജനങ്ങളിലോട്ട് എത്തണം. കാരണം 1.5 മണിക്കൂറിനകത്ത് എനിക്ക് കിട്ടുന്ന സ്പേസ് ഇതാണ്. ആ സ്പേസിനകത്ത് വേണമെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് ചെയ്തൊരു കാര്യം എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് ചെയ്തൊരു കാര്യം മറ്റൊരു തരത്തിൽ വളച്ചൊടിക്കപ്പെടാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് കാണിക്കാതിരിക്കാം അല്ലേ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇല്ല, നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. അതായത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ എപ്പിസോഡ് വരുമ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്തത്. കാരണം ഇത് ആരുടെ കയ്യിലിരിക്കുന്നത്? എന്ത് ഔട്ട് പോകണം എന്നുള്ളത് ബിഗ് ബോസിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണല്ലേ. എൻ്റെ ഒരു അടുത്തൊരു സംശയമാണ്, ഞാൻ ഇത്ര ലക്ഷം രൂപയ്ക്ക് PR ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ വെറുതെ ഒന്ന് ഇരുന്നാൽ മതി, എന്നെ PR ചെയ്യിപ്പിക്കും എന്ന് വിചാരിച്ച് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ജനങ്ങൾ ഇഷ്ടപ്പെടുമോ? ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമോ? ജനങ്ങളുടെ സ്നേഹം ഉണ്ടാവുമോ? ജനങ്ങളുടെ ഓട്ടം ഉണ്ടാവുമോ? ഇല്ല. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് എൻട്രായ നിമിഷം തുടങ്ങി അവർ കാഴ്ചവെക്കുന്ന പെർഫോമൻസിൻ്റെ, അവർ കാഴ്ചവെക്കുന്ന കോൺട്രിബ്യൂഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ വ്യക്തികളിലേക്കും ഈ കണ്ടസ്റ്റൻസ് ഇറങ്ങുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർ സ്നേഹിക്കപ്പെടുന്നത്, അവരുടെ ആ സ്നേഹം അവർക്ക് വോട്ടായിട്ട് ജനങ്ങൾ കൊടുക്കുന്നത് അല്ലേ. അതല്ലാണ്ട് PR ഇത്ര ലക്ഷം രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരാളും അവിടെ നിൽക്കില്ല. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഇത്ര ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തു. ആ വ്യക്തി ഇന്ന് 11ാമത്തെ ഇതിലുണ്ട്, അതായത് 11ാമത്തെ വീക്കിലൂടെ നിലനിൽക്കുക. ഇയാളുടെ ഈ എമൗണ്ട് തന്നെ മറ്റൊരു വ്യക്തി എന്ത് ചെയ്തു? PR കൊടുത്തു. ആ വ്യക്തി PR കൊടുത്തിട്ട് ഇയാൾ ആഴ്ചകൾക്ക് മുൻപ് അവിടെ നിന്ന് എവിക്റ്റായി. എന്തിൻ്റെ റീസൺ? ഇത്ര ലക്ഷം രൂപയ്ക്ക് സെയിം എമൗണ്ട് കൊടുത്തെങ്കിൽ ഈ 11ാമത്തെ ആഴ്ച ആ ആളുടെ ഒപ്പം ഈ ആൾ നിൽക്കണ്ടേ? എന്തുകൊണ്ടിട്ടാണ് നിൽക്കാൻ പറ്റാത്തത്? അവിടെ കോൺട്രിബ്യൂഷൻസ് ഇല്ല, ജനങ്ങളിലോട്ട് എത്താൻ പറ്റിയില്ല, ജനങ്ങളുടെ സ്നേഹം അയാൾക്ക് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടിട്ടാണ് അയാൾ എവിക്റ്റ് ആയത്. സോ ഇപ്പോഴും പറയണം, PR ചെയ്യാത്ത ഒരാൾ പോലും ആ ബിഗ് ബോസ് ഹൗസിനകത്ത്
21 പേരിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം 100% നമുക്ക് ഉറപ്പിക്കാം. അത് അവർ ചെയ്ത തെറ്റല്ല, അവർ ചെയ്യുന്ന മുൻകരുതലാണ്. ബിഗ് ബോസിൽ എടുത്ത മുൻകരുതലാണ് PR വർക്ക്. അവർ PR എടുത്തു എന്ന് പറഞ്ഞ് ക്രൂശിക്കപ്പെടേണ്ടതോ കല്ലെറിയപ്പെടേണ്ടതോ ഇത്രമാത്രം അവഹേളിക്കപ്പെടേണ്ടതോ ഒരു കാര്യമല്ല. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് PR കുറിച്ചിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട്. ഇനി എന്ത് തന്നെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.